Good morning, students. In the last video, we have seen the problems of independent branches, and now we are continuing with the last session. അപ്പം ഇന്ന് ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസിന്റെ ലാസ്റ്റ് പ്രോബ്ലം കൂടിയാണ്. ഇന്നത്തെയും കൂടി കംപ്ലീറ്റും നമ്മുടെ ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഈ മൊഡ്യൂൾ കംപ്ലീറ്റും തീരുകയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം കൂടി നമുക്കിനി ഉള്ളൂ. അതും കൂടെ നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം തന്ന അതേ സെയിം ടൈപ്പ് ഒരു പ്രോബ്ലമാണ്. നമുക്കൊന്ന് നോക്കാം. Question നോക്കാം. The following is the trial balance prepared by Mysore branch as on 31st December 2017. Trial balance തന്നിട്ടുണ്ട്. Sales 2,40,000, purchases 1,20,000, goods received from head office 70,000, goods returned to head office 30,000, carriage inward 6,000, salary 7,500, rent and rates 9,500, sundry debtors 35,000, opening stock 12,000, insurance 2,000, discount allowed 2,000, discount received 3,000, sundry creditors 18,000, furniture 15,000, cash at bank 8,000, cash in hand 13,000, head office account 9,000. ടോട്ടൽ നമുക്ക് രണ്ട് സൈഡും വരുന്നത് 3 lakhs. താഴെ കുറച്ച് കാര്യം ക്വസ്റ്റിന്റെ ബാക്കി പറഞ്ഞിട്ടുണ്ട്, നോക്കാം. Branch account in head office books showed a debit balance of rupees 12,500. അപ്പം ബ്രാഞ്ച് അക്കൗണ്ട് ഹെഡ് ഓഫീസ് പ്രിപ്പയർ ചെയ്യുന്ന ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസ് 12,500 കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹെഡ് ഓഫീസ് അക്കൗണ്ട് 9,000 ആണ് കാണിക്കുന്നത്. അതായത് 9,000 12,500 ഡിഫറൻസ് ഉണ്ട്. അതായത് മൊത്തം 3,500 റുപ്പീസിന് ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. ഇനി നമ്മൾ ആ 3,500 എത്രത്തോളം ഗുഡ്സ് ഉണ്ട്, എത്രത്തോളം ക്യാഷ് ഉണ്ടെന്ന് വേണം ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ. The closing stock was valued at rupees 17,000. Closing stock 17,000 തന്നിട്ടുണ്ട്. Depreciate furniture by 20%, salary outstanding 300 and insurance prepaid rupees 150. ഫർണിച്ചർ 20% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് 300 ഉണ്ട്. പിന്നെ ഇൻഷുറൻസ് പ്രീപെയ്ഡ് 150 ഉണ്ട്. It is found that goods consisting of rupees 2,200 sent by the head office on 27th December 2017 have been received by the branch only on 4th January 2018. അതായത് ഹെഡ് ഓഫീസ് അക്കൗണ്ട് 9,000, ബ്രാഞ്ച് അക്കൗണ്ടിനകത്ത് നമുക്ക് 12,500, രണ്ടിന്റെ ഡിഫറൻസ് 3,500. അപ്പൊ 3,500ൽ 2,200 ഗുഡ്സ് ആണ്. അതായത് 27th ഡിസംബറിലാണ് ഗുഡ്സ് ബ്രാഞ്ചിലോട്ട് ഹെഡ് ഓഫീസ് അയക്കുന്നത്. പക്ഷേ ബ്രാഞ്ച് ആ ഗുഡ്സ് കൈപ്പറ്റുന്നത് ജനുവരി 4-ാം തീയതിയാണ്. അതായത് അടുത്ത അക്കൗണ്ടിങ് ഇയർ. അതുകൊണ്ട് തന്നെ 2,200 രൂപയുടെ ഗുഡ്സും ബാക്കി വരുന്ന എമൗണ്ടും ക്യാഷ് ആണെന്ന് നമുക്ക് മനസ്സിലായി. പ്രിപ്പയർ ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2017. ഓൾസോ ഷോ ദ ബ്രാഞ്ച് അക്കൗണ്ട് ഇൻ ഹെഡ് ഓഫീസ് ബുക്സ് ബൈ മേക്കിംഗ് ഇൻകോർപ്പറേഷൻ ജേർണൽ എൻട്രീസ്. അപ്പൊ നമുക്കിനി സൊല്യൂഷനിലോട്ട് പോവാം. അപ്പൊ നോക്കാം. ആദ്യത്തെ തന്നെ കാൽക്കുലേഷൻ ഓഫ് ക്യാഷ് ഇൻ ട്രാൻസ്മിറ്റ്. ക്വസ്റ്റിനകത്ത് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു 3,500ൽ 2,200 എന്ന് പറയുന്ന ഗുഡ്സ് ആണ്. അപ്പൊ അതിലൂടെ മനസ്സിലാക്കാം. അപ്പം ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ബാലൻസ് ഡെബിറ്റ് ബാലൻസ് 12,500, ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ട് ബാലൻസ് 9,000. ഇത് രണ്ടും നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റിന്. ഡിഫറൻസ് എന്ന് പറയുന്നത് 3,500. ഈ 3,500ൽ ഗുഡ്സ് ട്രാൻസ്മിറ്റ് എന്ന് പറഞ്ഞ 2,200, അതായത് 3,500 2,200 എന്ന് പറയുന്ന ഗുഡ്സ്. ബാക്കി വരുന്ന 1,300 ആണ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ആയിട്ട് വരുന്നത്. ഇനി അടുത്ത് നമ്മൾ ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കാം. ഡെബിറ്റ് സൈഡ് ടു ഓപ്പണിംഗ് സ്റ്റോക്ക് 12,000, ടു പർച്ചേസസ് 1,20,000, ടു ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ് 70,000. ഇതിൽ നിന്ന് ഗുഡ്സ് റിട്ടേൺ പറയുന്നുണ്ട്. ക്വസ്റ്റിനകത്ത് ട്രയൽ ബാലൻസ് 30,000, മൊത്തം ഔട്ടർ കോടതി 40,000 വരും. ടു ക്യാരേജ് ഇൻവേർഡ് 6,000. അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡ് ബൈ സെയിൽസ് 2,40,000, ക്ലോസിംഗ് സ്റ്റോക്ക് 17,000. ടോട്ടൽ വരുന്നത് 2,57,000 ടോട്ടൽ. അപ്പൊ നമ്മൾ ഡെബിറ്റ് സൈഡ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത് 79,000. ഇനി അടുത്ത PL-ന്റെ അക്കൗണ്ടിലോട്ട് നോക്കാം. ഇൻഡയറക്ട് എക്സ്പെൻസ് ഒന്നാമത്തെ ടു സാലറി 7,500. അതിന്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റിന് 300. അപ്പോൾ 7,000 ആഡ് ചെയ്തിട്ട് 7,800 ഔട്ടർ കോളം. ടു റെന്റ് ആൻഡ് റേറ്റ്സ് 9,500. ടു ഇൻഷുറൻസ് 2,000. അതിൽ നിന്ന് പ്രീപെയ്ഡ് കുറയ്ക്കുന്നു. പ്രീപെയ്ഡ് തന്നിട്ടുണ്ട് 150, 1,850. ഡിസ്കൗണ്ട് അലൗഡ് 2,000. ഡിപ്രീസിയേഷൻ ഫർണിച്ചറിന് ഡിപ്രീസിയേഷൻ ചാർജ് 20%. 15,000 20% എന്ന് പറയുമ്പോൾ 3,000 വരും. പിന്നെ ക്രെഡിറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ബൈ
ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ 79,000. അതേപോലെ ഇൻഡയറക്റ്റ് ഇൻകം ഉണ്ട് ബൈ ഡിസ്കൗണ്ട് റിസീവ്ഡ് 3,000. അപ്പൊ ടോട്ടൽ വരുന്നത് 82,000. അതിൽ നിന്ന് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വരുന്നത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരുന്നത് 57,850, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എന്നും പറയും. അപ്പൊ ഇനി ജേണൽ എൻട്രീസിലോട്ട് പോകണം. ജേണൽ എൻട്രി ഒന്നാമത്തെ നമ്മൾ ഫർണിച്ചറിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നു, അതിന്റെ എൻട്രി. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഫർണിച്ചർ 3,000. ഇത് എൻട്രി പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇത് നമ്മളിപ്പോൾ ഉള്ള ഓർഡറിനകത്തില്ല. ഇത് നമ്മൾ ഉള്ള അഡ്ജസ്റ്റ്മെന്റ് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. പിന്നീടുള്ള ഇൻഷുറൻസിന് പ്രീപെയ്ഡ് കൊടുക്കുന്നെന്ന് പറയുന്നുണ്ട്, പ്രീപെയ്ഡ് വരുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പൊ എൻട്രി പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻഷുറൻസ് 150. പിന്നെ സാലറിക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി 300. ഈ 3 എൻട്രീസിനും ടെക്സ്റ്റിനകത്ത് നമുക്ക് പറഞ്ഞിട്ടില്ല ഓർഡർ, പക്ഷേ ഇത് അഡ്ജസ്റ്റ്മെന്റ് നേരത്തെ തൊട്ടേ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എൻട്രീസ് നമ്മൾ ഇവിടെ കൊടുത്തു പോകുന്നത്. ഇനിയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റും അതാത് ഓർഡർ വെച്ച് എൻട്രി ചെയ്തു പോകുന്നത്. ആദ്യത്തെ ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട് 1,78,000. എല്ലാം ഡയറക്റ്റ് എക്സ്പെൻസുകളും, അതായത് ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസസും ക്യാരേജ് ഇൻവേർഡും എല്ലാം കൂടി ചേർത്തിട്ട് വരുന്നത്. അതിന്റെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ടോട്ടൽ ഡെബിറ്റ് സൈഡ് ടോട്ടൽ ആണ് മൊത്തം 1,78,000 നമ്മൾ കൊടുക്കുന്നതിന്റെ എൻട്രി. അടുത്തത് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് 2,57,000. ഇൻകോർപ്പറേറ്റിംഗ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. ക്രെഡിറ്റ് സൈഡിന്റെ കംപ്ലീറ്റ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് സൈഡും, അതായത് സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ടോട്ടലാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഹെഡ് ഓഫീസിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലോട്ട് മാറ്റുന്ന എൻട്രി. അടുത്തത് ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് P&L അക്കൗണ്ട് ട്രാൻസ്ഫറിംഗ് ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു 79,000. ഇത് നമ്മൾ ആ എൻട്രീസ് അതേപോലെ എൻട്രി ഓർഡറിൽ തന്നെ എഴുതി വെച്ചാൽ മാത്രം മതി, അല്ലാതെ ഇതിന് ഒരു ലോജിക്കും വരുന്നില്ല. ഓരോ അക്കൗണ്ടിനകത്തെ കംപ്ലീറ്റ് ഐറ്റംസ് നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, അത് മാത്രമേ ഉള്ളൂ. അടുത്ത ബ്രാഞ്ച് P&L അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ഇൻകോർപ്പറേറ്റിംഗ് ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് 24,150. അതാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം, റെന്റ് ആൻഡ് റേറ്റ്സ്, ഡിപ്രീസിയേഷന്, അങ്ങനെ മൊത്തം P&L വരുന്ന എല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളുടെ ടോട്ടലാണ് 24,150. അതിനെ കംപ്ലീറ്റ് നമ്മൾ മാറ്റുന്നു ബ്രാഞ്ച് അക്കൗണ്ടിലോട്ട്, അതായത് ഹെഡ് ഓഫീസിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലോട്ട് മാറ്റുന്ന എൻട്രി. അടുത്തത് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് P&L അക്കൗണ്ട് 3,000. അതായത് ഡിസ്കൗണ്ട് റിസീവ്ഡ്, അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് പോലെ തന്നെ ഇൻഡയറക്റ്റ് ഇൻകം ആയിട്ട് കിട്ടിയിരിക്കുന്നത്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്കൗണ്ട് റിസീവ്ഡ് 3,000. അത് ഈ പറഞ്ഞിരിക്കുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സിലോട്ട് മാറ്റുന്ന എൻട്രി. അടുത്തത് ഒമ്പതാമത്തെ ബ്രാഞ്ച് P&L അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് നെറ്റ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ പറയുവാണെങ്കിൽ ജനറൽ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ ജനറൽ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി ആയിരുന്നു പറഞ്ഞത് 57,850. ഇനി ബ്രാഞ്ചിന്റെ കൈവശമുള്ള എല്ലാ അസറ്റുകളിൽ ലൈബിലിറ്റീസും പൂർണ്ണമായിട്ടും ഹെഡ് ഓഫീസിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലോട്ട് മാറ്റുന്നു, അതിന്റെ എൻട്രി. അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് എൻട്രി. അസറ്റുകളെല്ലാം ഓരോന്നോരോന്ന് പ്രത്യേകം വേണം എഴുതി കാണിക്കാൻ. ബ്രാഞ്ച് ക്യാഷ് ഇൻ ഹാൻഡ് അക്കൗണ്ട് ഡെറ്റർ 13,000. ബ്രാഞ്ച് ക്യാഷ് അറ്റ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 8,000. ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 35,000. ബ്രാഞ്ച് ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ 17,000. ബ്രാഞ്ച് പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട് ഡെറ്റർ 150. ബ്രാഞ്ച് ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ 12,000. ടു ബ്രാഞ്ച് അക്കൗണ്ട് 85,150. അപ്പം കംപ്ലീറ്റ് അസറ്റുകൾ, ഓരോ അസറ്റും പ്രത്യേകം നമ്മൾ എഴുതി, അത് പ്രത്യേകമായിട്ട് എഴുതിയിട്ട് നമ്മളെല്ലാം പൂർണ്ണമായിട്ടും അതിനെ ഈ പറഞ്ഞിരിക്കുന്ന ഹെഡ് ഓഫീസിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലോട്ട് മാറ്റുന്നു. ഇനി അതുപോലെ തന്നെ ലൈബിലിറ്റീസ്, ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ക്രെഡിറ്റേഴ്സ് ടു ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി 18,300 ആണ്. അതായത് ബ്രാഞ്ച് ക്രെഡിറ്റേഴ്സ് ആയിട്ട് 18,000 ആയിരുന്നു, ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി 3,300 ഉണ്ടായിരുന്നു. അപ്പോൾ 18,300 ആണ് ടോട്ടൽ വരുന്ന ലൈബിലിറ്റീസ്. അപ്പം ഇത് പൂർണ്ണമായിട്ടും ബ്രാഞ്ചിന്റെ അക്കൗണ്ടിലോട്ട്, അല്ല ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ട്സിലോട്ട് മാറ്റുന്നു. ഇനി ലാസ്റ്റ് എൻട്രി. ക്വസ്റ്റ്യൻ തുടങ്ങിയപ്പോഴേ നമ്മൾ പറഞ്ഞായിരുന്നു ഹെഡ് ഓഫീസ് അക്കൗണ്ടും ബ്രാഞ്ച് അക്കൗണ്ടും തമ്മിൽ 3,500 ഡിഫറൻസ് ഉണ്ട്. അത് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ഉണ്ട്, ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ഉണ്ട്. അപ്പം ഇത് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. എൻട്രി ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ 2,200. ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ 1,300. ടു ബ്രാഞ്ച് 3,500. എപ്പോഴും ഓർക്കണം, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആയാലും ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ആയാലും ഒരിക്കലും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനോട് നമ്മൾ കാര്യങ്ങൾ ഇത് രേഖപ്പെടുത്തത്തില്ല. ഒരു കാരണവശാലും ഗുഡ്സ് ഇൻ ട്രാൻസ്മിറ്റും ക്യാഷ് ഇൻ ട്രാൻസ്മിറ്റും ഒരിക്കലും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാൻ പാടില്ല. ഇനി അടുത്തതായിട്ട് ബ്രാഞ്ച് അക്കൗണ്ട്. ഈ എൻട്രീസ് വെച്ച് തന്നെ അതേപോലെ തന്നെ പെട്ടെന്ന് പോസ്റ്റ് ചെയ്യാനുള്ളേ ഉള്ളൂ, എളുപ്പമായിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാം. ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 12,500. ടു ബ്രാഞ്ച് ട്രേഡിംഗ്
2,57,000. To branch P&L account 3,000. To branch creditors 18,000. To outstanding salary 300. അതുപോലെ തന്നെ ബൈ ബ്രാഞ്ച് ട്രേഡിംഗ് ക്രെഡിറ്റ് സൈഡ് 1,78,000. ബൈ ബ്രാഞ്ച് P&L account 24,150. By branch cash in hand 13,000. By branch cash at bank 8,000. By branch debtors 35,000. By branch closing stock 17,000. By prepaid insurance 150. By branch furniture 12,000. By goods in transmit 2,200. By cash in transmit 1,300. ടോട്ടലി വരുന്നത് 2,90,800 ആണ് വരുന്നത്. അപ്പം ഇതോടുകൂടി കംപ്ലീറ്റ് നമ്മുടെ ബ്രാഞ്ച് അക്കൗണ്ടിന്റെ പ്രോബ്ലംസ് ഇവിടെ തീരുവാണ്. ഇനി നമ്മൾ കുറച്ച് തിയറി പറയാനുണ്ടായിരുന്നു. ആ ടെക്സ്റ്റിനകത്ത് തുടക്കത്തിലെ കുറച്ച് ഇതിന്റെ ബ്രാഞ്ചിന്റെ ഫീച്ചേഴ്സും അതേപോലെ തന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്സും അങ്ങനെ കുറച്ച് പിന്നെ ഡിപ്പാർട്ട്മെന്റും ബ്രാഞ്ചും തമ്മിലുള്ള ഡിഫറൻസ് അതും കൂടി ഇനി പറയാനുള്ളൂ. നമുക്ക് ബ്രാഞ്ചസിന്റെ ഫീച്ചേഴ്സ് ഇനി നോക്കാം. വൺ ബ്രാഞ്ച് അറ്റ് വൺ പ്ലേസ് പറയുന്ന പോലെ തന്നെ ഓരോ സ്ഥലത്തും ഓരോ ബ്രാഞ്ച് വെച്ചാണ് നമ്മൾ ഫിസിക്കലായിട്ട് പറയുന്നത്. യൂഷ്വലി ദർ വിൽ ബി വൺ ബ്രാഞ്ച് അറ്റ് വൺ പ്ലേസ്. ഈവൻ ഇഫ് ദർ മോർ ബ്രാഞ്ചസ് അറ്റ് വൺ പ്ലേസ് ദർ വിൽ ബി അണ്ടർ ഡിഫറെന്റ് ബിൽഡിംഗ്സ്. ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് ഉണ്ടായാലും അത് പല പല ബിൽഡിംഗിലായിരിക്കും. ഒരു സ്ഥലത്ത് ഒരു പ്ലേസിലായിട്ട് ഒരു ബ്രാഞ്ചേ ഉണ്ടാകത്തുള്ളൂ എപ്പോഴും. അടുത്ത് ഡീലിംഗ് ഇൻ സെയിം ഐറ്റംസ്. എല്ലാ ബ്രാഞ്ചുകളും ഓൾമോസ്റ്റ് ഓൾ ബ്രാഞ്ചസ് ഡീൽ ഇൻ സെയിം ടൈപ്സ് ഓഫ് ഗുഡ്സ് ഓർ ഇൻ സെയിം ലൈൻ ഓഫ് ആക്ടിവിറ്റീസ്. ഒരു ബിസിനസ് ആകുമ്പോൾ ആ ബിസിനസ്സിന് പല ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ പോലും പല സ്ഥലങ്ങളിൽ ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ പോലും ആ ബ്രാഞ്ചുകളുടെ എല്ലാത്തിനും പ്രവർത്തനം ഒരേപോലെ ആയിരിക്കും, സെയിം ആയിട്ടായിരിക്കും. അടുത്ത ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. ബ്രാഞ്ചസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഹെഡ് ഓഫീസ്. സോ അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ദ ബ്രാഞ്ചസ് ആർ മെയ്ഡ് ബൈ ഹെഡ് ഓഫീസ്. അത് ക്യാപിറ്റലിന് ഓരോ ബ്രാഞ്ചും ഓരോ സ്ഥലത്തും എത്രത്തോളം ബ്രാഞ്ച് വേണം, ഏതെല്ലാം സ്ഥലത്ത് ബ്രാഞ്ചുകൾ തുടങ്ങണം, ഇതെല്ലാം തീരുമാനിക്കുന്ന ഹെഡ് ഓഫീസാണ്. അതുകൊണ്ട് തന്നെ ബ്രാഞ്ച് തുടങ്ങാനുള്ള ക്യാപിറ്റൽ മൂലധനവും കണ്ടെത്തുന്നത് ഹെഡ് ഓഫീസ് സ്വയമാണ്. ഇനി അടുത്തത് എക്സ്പെൻസ് ഓഫ് ദ ബ്രാഞ്ച്. ഓൾ എക്സ്പെൻസ് ഓഫ് ദ ബ്രാഞ്ച് ആർ യൂഷ്വലി മെയ്ഡ് ത്രൂ ദ റെമിറ്റൻസ് ഫ്രം ഹെഡ് ഓഫീസ്. അതായത് ബ്രാഞ്ചിന്റെ കംപ്ലീറ്റ് ചെലവും വഹിക്കുന്ന കംപ്ലീറ്റും പൂർണ്ണമായിട്ടും വഹിക്കുന്നത് സ്വയം ഹെഡ് ഓഫീസ് തന്നെയാണ്. ഡിസൈനിങ് ഓഫ് ദ ബ്രാഞ്ചസ്. ഓൾ ദ ബ്രാഞ്ചസ് ആർ ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ലുക്ക് അലൈക്ക്. അതായത് ഡിസൈനിങ് ഓഫ് ദ ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ എല്ലാ ബ്രാഞ്ചുകളിലും ഒരേപോലെ രീതി വേണം ഡിസൈൻ ചെയ്യാൻ. അതായത് കംപ്ലീറ്റ് കണ്ടാലും ഒരിക്കലും വേറൊരു ബിസിനസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് തോന്നാൻ പാടില്ല. എല്ലാ ബ്രാഞ്ചുകളും ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ SBIയുടെ തന്നെ ബാങ്ക് എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലായിട്ട് ബ്രാഞ്ചുകളുണ്ട്. അപ്പം എല്ലാത്തിനും അതിന്റെ കംപ്ലീറ്റ് ബോഡിയും കൊടുക്കുന്ന അല്ലെങ്കിൽ അതിന്റെ SBI എന്നുള്ള ലോഗോ കൊടുക്കുന്ന എല്ലാം കംപ്ലീറ്റ് ഒരേ കളറാണ്. അതൊരിക്കലും ഡിഫറെന്റ് ആകാൻ പാടില്ല. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓർ പർപ്പസ് ഓർ ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ടിംഗ്. ഒന്നാമത്തെ, നോ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദി ബ്രാഞ്ച്. ദ ഹെഡ് ഓഫീസ് ഹാസ് ടു നോ ദ പ്രോഫിറ്റ് ഓർ ലോസ് ബ്രാഞ്ച് അറ്റ് ഈച്ച് ബ്രാഞ്ച് ഇൻ ഓർഡർ ടു മെഷർ എഫിഷ്യൻസി ഓഫ് ഈച്ച് ബ്രാഞ്ച്. അതായത് ഹെഡ് ഓഫീസിന് കൃത്യമായിട്ട് ഈ അക്കൗണ്ട്സുകളെല്ലാം സൂക്ഷിക്കുന്നതുകൊണ്ട് തന്നെ ഓരോ ബ്രാഞ്ചിലും എത്ര രൂപയുടെ ലാഭം ഉണ്ടാകുന്നുള്ളൂ, എത്രത്തോളം അതിന്റെ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ടെന്ന് കൃത്യമായിട്ട് ഹെഡ് ഓഫീസിന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അടുത്തത്, അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ഈച്ച് ബ്രാഞ്ച്. The head office has to ascertain the financial position of each branch on a particular date. അതായത് കൃത്യമായിട്ട് ഒരു അക്കൗണ്ടിങ് ഇയർ കഴിയുമ്പോൾ അടുത്ത അക്കൗണ്ടിങ് ഇയർ തുടങ്ങുന്ന സമയത്ത് പ്രീവിയസ് അക്കൗണ്ടിങ് ഇയറിൽ എത്രത്തോളം ഗ്രോത്ത് അല്ലെങ്കിൽ എത്രത്തോളം പ്രോഫിറ്റ് നേടാൻ സാധിച്ചിട്ടുണ്ട് ബ്രാഞ്ച് മുഖേന, എത്രത്തോളം ബിസിനസ് നടത്തിയിട്ടുണ്ട്, ഫിനാൻഷ്യൽ പരമായിട്ട് എത്രത്തോളം സ്ട്രോങ് ആണ്, ഇതെല്ലാം കൃത്യമായിട്ട് ഹെഡ് ഓഫീസിന് അറിയാൻ സാധിക്കും. അടുത്തത്, meet the statutory requirements. In order to meet the statutory requirement as to audit of the accounts of the branch of a company, the branches as well as the head office have to maintain proper accounts. Meet the statutory requirements പറയുമ്പോൾ നിയമപരമായിട്ട് ചുമ്മാ ഒരു ബ്രാഞ്ച് നടത്തുന്നു, ചുമ്മാ ഒരു ഹെഡ് ഓഫീസും പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ അവനവന് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിച്ചാൽ പോലെ സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് ലോ പ്രകാരം കുറെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും കുറെ കാര്യങ്ങളും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അത് നിയമപരമായിട്ടെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളും എല്ലാം രേഖകളും എല്ലാം റെക്കോർഡ്സും അവിടെ സൂക്ഷിച്ചിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ഇനി expansion of business. In order to take decision as to expansion of business, profitability of each branch and type of business is to be ascertained. This is possible only if proper books are maintained. Expansion of business. അതായത് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. In order to take decision as to expansion of business, profitability of each branch and type of business is to be ascertained. അതായത് എത്രത്തോളം ബിസിനസ് നമ്മുടെ എക്സ്പാൻഡ് ചെയ്യണം, അതായത് നമ്മുടെ ബ്രാഞ്ചുകൾ ഇനി ഏതെല്ലാം സ്ഥലത്ത് ഏതെല്ലാം ലൊക്കാലിറ്റിയിൽ തുടങ്ങണം, ഏതെല്ലാം പ്രദേശത്ത് നമ്മൾ തുടങ്ങണമെങ്കിൽ നിലവിലുള്ള ബ്രാഞ്ചിന് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട്, ഓരോ പ്രദേശത്തിൽ നിന്ന് ഓരോ ഏരിയയിൽ നിന്ന് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട്, എത്രത്തോളം ഗ്രോത്ത് അത് കാഴ്ചവെക്കുന്നുണ്ട്, ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണോ വേണ്ടെന്ന് അവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ.
അടുത്തതിന് ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാഞ്ചസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ്. ഒന്നാമത്തെ, ബ്രാഞ്ചസ് ആർ യൂണിറ്റ്സ് ഫിസിക്കലി സെഗ്രിഗേറ്റഡ് ഫ്രം ഹെഡ് ഓഫീസ്. ഡിപ്പാർട്ട്മെന്റ്സ് ഓപ്പറേറ്റ് ഇൻ ദ സെയിം ബിൽഡിംഗ് അലോങ് വിത്ത് ദ മെയിൻ ഓഫീസ്. ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ഹെഡ് ഓഫീസിൽ നിന്ന് ഫിസിക്കലായിട്ട് മാറി വേറൊരു പ്രത്യേക ഏരിയയിൽ തന്നെ കംപ്ലീറ്റും പുതിയൊരു ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ വേറൊരു കെട്ടിടത്തിലാണ് കംപ്ലീറ്റ് ആയിട്ടും ഇത് ബ്രാഞ്ചായിട്ട് പ്രവർത്തിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ സെയിം ബിൽഡിംഗിൽ തന്നെ ഒരു മുറിക്കകത്തായിട്ടായിരിക്കും അല്ലെങ്കിൽ റൂമിനകത്തായിട്ട് പ്രത്യേക റൂമിനകത്തായിരിക്കും അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നത്. അടുത്തത്, ടൈപ്സ് ഓഫ് ആക്ടിവിറ്റി. Branches perform the same activity as that of the head office. Department carry on different lines of activities. അതായത് ബ്രാഞ്ചിന്റെ കംപ്ലീറ്റും പ്രവർത്തനം ഹെഡ് ഓഫീസ് പോലെ തന്നെയാണ്. ഹെഡ് ഓഫീസ് പോലെ തന്നെ കാര്യങ്ങൾ, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് രേഖകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടും രേഖപ്പെടുത്തുന്നു, എല്ലാം സൂക്ഷിച്ചു വെക്കുന്നു. പക്ഷെ ഡിപ്പാർട്ട്മെന്റ് അതേപോലെ സമയത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റും പ്രവർത്തനം ഓരോ രീതിയിലാണ്. അപ്പൊ ഇത് ഒരു ബിസിനസ് ആകുമ്പോൾ അവിടെ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ് കാണും, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് കാണും, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് കാണും. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളുടെ എല്ലാം പ്രവർത്തനം വ്യത്യസ്തമാണെന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത മൂന്നാമത്തെ, പർപ്പസ്. ബ്രാഞ്ചസ് ആർ ഓപ്പൺഡ് ടു ഇൻക്രീസ് സെയിൽസ് ആൻഡ് സെയിൽസ് ടെറിട്ടറി ഓഫ് ദ ബിസിനസ്. ഡിപ്പാർട്ട്മെന്റ്സ് ആർ ഓപ്പൺഡ് ടു ഇൻക്രീസ് എഫിഷ്യൻസി ഓഫ് ദ ബിസിനസ്. ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഓപ്പൺ ചെയ്യുന്ന ഓരോ ഏരിയയിലും ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുന്നതിന്റെ മെയിൻ കാര്യം ബിസിനസ് ഉൽപ്പാദിപ്പിക്കുന്ന മാക്സിമം യൂണിറ്റ്, എത്രത്തോളം ഗുഡ്സ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്, മാക്സിമം വിറ്റ് പോകണം. സെയിൽസിനാണ് കൂടുതൽ ഇവിടെ പ്രാധാന്യം ബ്രാഞ്ചിലൂടെ നൽകുന്നത്. പക്ഷേ ഡിപ്പാർട്ട്മെന്റ് കാര്യത്തിൽ സെയിൽസിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ബിസിനസിന്റെ എഫിഷ്യൻസിക്കാണ്. ബിസിനസിന്റെ പ്രവർത്തനം എത്രത്തോളം മെച്ചപ്പെടുത്താം അതിന്റെ ഭാഗമായിട്ടാണ് ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനം ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇനി ഡിവിഷൻ. ബ്രാഞ്ചസ് ക്യാൻ ബി ഐദർ ഇൻലാൻഡ് ഓർ ഫോറിൻ. ഡിപ്പാർട്ട്മെന്റ് ഷാൽ ഓൺലി ബി ഇൻലാൻഡ്. ഡിവിഷൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ബ്രാഞ്ച് വേണമെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ബിസിനസ് ഇന്ത്യയിൽ ആരംഭിച്ചാൽ ഇന്ത്യയിൽ മാത്രം ബിസിനസ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ വിദേശത്തുള്ള രാജ്യങ്ങളിൽ അവരവരുടെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തെന്നിരിക്കാം. അപ്പൊ ബ്രാഞ്ച് വേണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് ആകാം, അല്ലെങ്കിൽ പുറത്ത് വേറൊരു ഫോറിൻ കൺട്രിയിലും നമുക്ക് ഈ പറഞ്ഞ ബ്രാഞ്ച് തുടങ്ങാം. പക്ഷെ ഡിപ്പാർട്ട്മെന്റ് കാര്യത്തിൽ അങ്ങനെ ഒരിക്കലും സാധിക്കുന്നില്ല. എവിടാണോ ഹെഡ് ഓഫീസ് ഉള്ളത് അല്ലെങ്കിൽ എവിടാണ് മെയിൻ ബിസിനസ് പ്രവർത്തിക്കുന്നത്, ഏത് ഹോം കൺട്രിയിലാണെങ്കിൽ അവിടെ തന്നെ ഡിപ്പാർട്ട്മെന്റും പ്രവർത്തിക്കാൻ സാധിക്കത്തുള്ളൂ. അടുത്ത, ഡിസൈനിങ്. All the branches are designed in such a way that they look alike. Departments are designed distinctly as per requirements. അതായത് ബ്രാഞ്ചുകളുടെ എല്ലാം ലുക്കും ബ്രാഞ്ചുകളുടെ എല്ലാം പ്രവർത്തനം എല്ലാം ഒരേപോലാണ്. പക്ഷെ ഡിപ്പാർട്ട്മെന്റിന്റെ കൺവീനിയൻസ് അനുസരിച്ച്, ഡിപ്പാർട്ട്മെന്റിന്റെ സൗകര്യം അനുസരിച്ചാണ്, ഡിപ്പാർട്ട്മെന്റ് അവനവന്റെ നീഡ് അനുസരിച്ചാണ് കംപ്ലീറ്റും അവിടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി അവർ പ്രവർത്തിക്കുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റും പ്രവർത്തിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടും അവനവന്റെ ആവശ്യങ്ങൾ അനുസരിച്ചാണ് അവിടെ വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ സൗകര്യപ്പെടുത്തിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ തിയറി ആയിട്ട് പറയാൻ. ബാക്കിയെല്ലാം മുമ്പോട്ടുള്ള പറഞ്ഞിട്ടുള്ള എല്ലാം തിയറീസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻട്രീസ് ആയാലും എല്ലാം പഠിച്ചു വെച്ചോണം. നമ്മുടെ ബ്രാഞ്ച് അക്കൗണ്ട് അപ്പം ഇന്നും കൊണ്ട് തീർന്നു. ഏതെങ്കിലും പ്രോബ്ലത്തിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിച്ചു ചോദിക്കാം. കാരണം ഇനി നാളെ തൊട്ട് നമ്മൾ ഇനി പാർട്ണർഷിപ്പ് ഡീഡിന്റെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഡീഡും കൂടി ഉള്ളൂ. അതാണ് നാളെ തൊട്ട് തുടങ്ങാൻ പോകുന്നത്. അപ്പം എന്തെങ്കിലും ഡൗട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോർഷൻസ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിച്ചു ചോദിക്കാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ആൻഡ് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.